ആരാ? മനസ്സിലായില്ല. പ്രകാശനല്ലയോ? പ്രകാശനുണ്ട്. അല്ല, ആരാന്ന് പറഞ്ഞില്ല. ഞാൻ രഘു. അങ്ങനെ പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ കാര്യത്തിലാണ്. എന്നാ ചേട്ടൻ ഇരിക്കെ. ഓ, ഞാൻ പ്രകാശനെ വിളിച്ചിട്ട് വരാം. ഓ ഓ ആരാ? മനസ്സിലായില്ല. ഞാൻ രഘു. കഴിഞ്ഞ ദിവസം ഒരു വസ്തു വിൽക്കുന്നതിനെ പറ്റി ഫോണിൽ സംസാരിച്ചില്ലേ? ഓർമ്മയുണ്ട്. അഞ്ജു, രഘുവിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്ത്. ഇപ്പൊ എടുക്കാട്ടോ. പറയാ ചേട്ടാ, എത്ര സ്ഥലമുണ്ട്? ഈ ലൊക്കേഷൻ എവിടെയാ? കുറച്ച് ദൂരെയാ. ദൂരെ എന്ന് പറയുമ്പോ ഞാൻ ഈ എറണാകുളത്തുള്ള സ്ഥലം മാത്രമേ ഡീൽ ചെയ്യാറുള്ളേ. ഞാൻ ഈ ചുറ്റുപാടൊക്കെ അന്വേഷിച്ചപ്പോ എന്റെ വസ്തു വിൽക്കാൻ പ്രകാശനാണ് പറ്റിയ ആളെന്ന് മനസ്സിലായി. നാട്ടിലും പ്രകാശിന്റെ ബിസിനസിനെ പറ്റി നല്ല അഭിപ്രായമാണ്. അത് എന്റെ സത്യസന്ധത കണ്ടിട്ടേ നാട്ടുകാർ മൊത്തം പറയുന്ന. പ്രകാശൻ ആ സ്ഥലം കച്ചവടമാക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. അത് ഞാൻ ഏറ്റ്. ചേട്ടനെ എനിക്ക് ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയക്കോ? ഓ, ദൂരം ഒന്നൊരു പ്രശ്നമല്ലെന്നേ. എനിക്കത് മതി. കുടിക്ക്. വിലയൊന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് ആ വസ്തു ഒന്ന് കച്ചവടമാക്കണം. എൻ്റെ മോടെ ഒരു കല്യാണത്തിന്റെ ആവശ്യത്തിന്. അത് ഞാൻ ഏറ്റെന്ന്. ആ കൈയൊന്ന് നീട്ടി. എന്തിനാ? അയ്യോ, ഇതൊന്നും വേണ്ട. കച്ചവടം കഴിഞ്ഞിട്ട് മതി. ഇതിരിക്കട്ടെ. ചേട്ടാ, ഒരു മിനിറ്റ്, ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വരാം. പോരാട്ടാ. നിന്റെ വീടിനുള്ളിലാ ഞാനുള്ളത്. നീ എവിടം വരെ പോടി ആവടി. നീ ഇട്ട് തന്ന പൈസ തന്നെ ഞാനിപ്പോ പ്രകാശം. ഞാൻ ആരാണെന്ന് ഇവിടെ ഉള്ളവരെല്ലാം വിളിച്ചു പറയട്ടെ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ